المدرسة الربانية. كونوا ربانيين. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. صلى الله على نبينا محمد وآله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിനെ തഖ്വ ചെയ്തു സൂക്ഷ്മതയാർന്ന ക്രമവും ചിട്ടയുമുള്ള ജീവിതം നയിക്കാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. മരിക്കുവോളം അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. ഹക്കായി മനസ്സിലാക്കാനും അതിനെ മാത്രം പിന്തുടരാൻ, ബാത്തുലാണെന്ന് അറിഞ്ഞ് അതിൽ വർജിക്കാനും അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. ഷേഖ് സാലിം ബിൻ സഅദ് അത്തബീൽ ഹഫിളഹുല്ലാ രചിച്ച ഔനുൽ ഗഫാർ എന്ന ഗ്രന്ഥത്തിൽ നിന്ന് ആദ്യ ഭാഗമാണെന്നുണ്ടോ കഴിഞ്ഞ ദർസുകളിൽ വായിച്ചത്. ഇതിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഇസ്ലാമിൻ്റെ ഏറ്റവും അടിത്തറയായ ചില കാര്യങ്ങൾ ചോദ്യോത്തര രൂപങ്ങളിലൂടെ വിവരിക്കുകയാണ്. അതിൽ 3 ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും കഴിഞ്ഞ ദർസുകളിൽ സംസാരിച്ചു. ഒന്നാമത്തെ ചോദ്യം മൻ റബ്ബുക എന്ന ചോദ്യമായിരുന്നു. രണ്ടാമത്തേത് അള്ളാഹു സുബ്ഹാനഹു വ തആല എവിടെയാണ് എന്നതിനെ സംബന്ധിച്ചായിരുന്നു. മൂന്നാമത്തേത് ഒരടിമയുടെ മേൽ അള്ളാഹുവിനോടുള്ള ബാധ്യത എന്താണ്, പ്രഥമമായ ബാധ്യത എന്താണെന്നതിനെ സംബന്ധിച്ചായിരുന്നു. അത് അള്ളാഹുവിൻ്റെ അവകാശവുമാണ്. ഈ 3 ചോദ്യങ്ങളെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ദർസുകളിൽ സംസാരിച്ചത്. അതിനുശേഷം വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം നാലാമതായി മുസന്നിഫ് ഹഫിളഹുല്ലാ കൊണ്ടുവന്നിരിക്കുന്നത് ഇതാണ്. അക്മിലിൽ ഹദീസ്, ഒരു ഹദീസ് പൂർണ്ണമാക്കുക എന്നുള്ളതാണ്. ഹദീസ് പ്രകാരമാണ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാല റദീതു ബില്ലാഹി റബ്ബ. നമുക്കെല്ലാം സുപരിചിതമായ ഒരു ദിക്റാണ്. റദീതു ബില്ലാഹി റബ്ബ അതിൻ്റെ തുടർച്ച പ്രകാരമാണ്. വബിൽ ഇസ്ലാമ ദീന വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂല വജബത് ലഹു അൽ ജന്ന. ആരെങ്കിലും റദീതു ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമ ദീന വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂല എന്ന് പറഞ്ഞാൽ വജബത് ലഹുൽ ജന്ന, സ്വർഗം അവന് അനിവാര്യമായി, നിർബന്ധമായി എന്നുള്ളതാണ്. അങ്ങനെ ഒന്നാമത്തെ ചോദ്യത്തിൽ പറഞ്ഞത് മാം റബ്ബുക, നിന്റെ റബ്ബാരാണ്. ഇത് ഖബറിൽ വെച്ച് ഒരു മനുഷ്യനോട് മലായിക്കത്ത് ഒന്ന് ചോദിക്കുന്ന പ്രഥമ ചോദ്യമാണെന്നാണ് പറയുന്നത്. ഈ നാലാമത്തെ ചോദ്യത്തിലുള്ള 3 കാര്യങ്ങളും മലക്ക് ചോദിക്കുന്ന മറ്റ് ചോദ്യങ്ങൾ കൂടിയിട്ട് ഉൾപ്പെടുത്തിയതാണ്. ആരാണ് നിന്റെ റബ്ബ്, അതേപോലെ ആരാണ് നിന്നിലേക്ക് നിയോഗിക്കപ്പെട്ട റസൂൽ, ഏതാണ് നിന്റെ ദീൻ. ഈ 3 ചോദ്യങ്ങളാണ് ചോദിക്കുക. അതിനുള്ള ഉത്തരം കൂടിയിട്ടാണ് ഇവിടെ ഈ ഹദീസിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നത്. ആരെങ്കിലും അള്ളാഹുവിനെ റബ്ബായി തൃപ്തിപ്പെട്ടിരിക്കുന്നു, അതേപോലെ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹുവിൻ്റെ റസൂലായും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ മതമായും ആരാണ് തൃപ്തിപ്പെട്ടവൻ,
ഇങ്ങനെ ഞാനതിന് തൃപ്തിപ്പെട്ടു എന്ന് ഒരാൾ പറഞ്ഞാൽ സ്വർഗം അവന് നിർബന്ധമാണ് എന്നാണ് ഹദീത്ത്. ഈ ഹദീത്ത് ഇമാം അബൂദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീത്താണ്. ഇമാം അൽബാനി റഹിമഹുല്ലാ അത് സ്വഹീഹാണ് എന്നതിനെ സംബന്ധിച്ച് വിധി കൽപ്പിച്ചിട്ടുണ്ട്. ഇത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന 3 കാര്യങ്ങളാണ്. ഇതിനെ വിശദീകരിക്കുന്നിടത്ത് ഷെയ്ഖ് സാലിം അത്തവീൽ ഹഫിളഹുല്ല പറയുന്നു, യുഷ്റഉ ലിൽ മുസ്ലിമി അൻ യഖൂല ഹാദ ദിക്റ അൽ അദീം ഫീ മവാദിഅ ഇദ്ദതി മിൻഹാ. ഈ ഹദീസ്, ഈ പറയുന്ന ദിക്ർ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ വ്യത്യസ്ത സമയങ്ങളിൽ പറയുന്നതിന് വേണ്ടിയിട്ട് നിയമമാക്കപ്പെട്ടിട്ടുണ്ട്. ഇത് നിരന്തരം ഒരു മനുഷ്യൻ പറഞ്ഞുകൊണ്ടിരിക്കാൻ അള്ളാഹു നിയമമാക്കിയിരിക്കുകയാണ്. ഒരു ദിവസം പല പ്രാവശ്യം ഇത് പറഞ്ഞുകൊണ്ടിരിക്കണം. പ്രഭാതത്തിൽ പറയണം. അതുകൂടാതെ പല സന്ദർഭങ്ങളിൽ ഇത് ഒരു ദിവസത്തിൽ ആവർത്തിച്ച് പറയാൻ അള്ളാഹു നിയമമാക്കിയിരിക്കുകയാണ്. ഇങ്ങനെ ഏത് കാര്യങ്ങളെ അള്ളാഹു നിയമമാക്കുന്നുണ്ടോ ഒരു വിശ്വാസിയെ കൊണ്ട് നിരന്തരം പറയാൻ വേണ്ടിയിട്ട് നിയമമാക്കിയിരിക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണോ അതിൽ ധാരാളം സാധ്യതകൾ ഉണ്ടാകും. അത് ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ നല്ല രീതിയിൽ ബാധിക്കുന്ന കാര്യങ്ങളായിരിക്കും. അതുകൊണ്ടാണ് നിരന്തരം അതെന്ത് ചെയ്യുക, പറയാൻ വേണ്ടി അള്ളാഹു നിയമമാക്കിയിരിക്കുന്നത്. പലപ്പോഴും മനുഷ്യരുടെ പ്രശ്നം നിരന്തരമായി ചെയ്യുന്ന കാര്യം അതിൻ്റെ പ്രാധാന്യത്തെ പലപ്പോഴും ആൾ ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അത് സത്യത്തിൽ ദുഃഖകരമായ യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ സൂറത്തുൽ ഫാത്തിഹ നിരന്തരം പറയാൻ അള്ളാഹു ജീവിതത്തിൻ്റെ നിയമമാക്കിയിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൻ്റെ ഉള്ളടക്കം സൂറത്തുൽ ഫാത്തിഹയിലുണ്ട്. അതിനെ ഉലമാക്കൾ വ്യാഖ്യാനിച്ചത് വളരെ വിപുലമായി കൊണ്ടാണ്. ഒരു മനുഷ്യന് വിജയിക്കാൻ ഉതകുന്ന സകല കാര്യങ്ങളൊന്നുണ്ട്, അതിൽ അള്ളാഹു ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ നിരന്തരം പറയാൻ നിയമമാക്കിയിരിക്കുന്ന ഏത് അദ്കാറുകൾ എടുത്താലും അതിൻ്റെ ഉള്ളിൽ ധാരാളം രഹസ്യങ്ങൾ ഉള്ളതായിട്ട് കാണാൻ സാധിക്കും. സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതാണ് പ്രഭാതത്തിലും പ്രദോഷത്തിലുമുള്ള സയ്യിദുൽ ഇസ്തിഗ്ഫാർ. വളരെ പ്രാധാന്യം ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണത്. മനുഷ്യൻ്റെ ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ, കുടുംബജീവിതത്തിലും വ്യക്തിജീവിതത്തിലും കച്ചവടത്തിലും എല്ലാ മേഖലകളിലും ബന്ധപ്പെട്ട് കിടക്കുന്ന ധാരാളം കാര്യങ്ങൾ അതിനുണ്ടാവും. അതേപോലെ തന്നെയാണ് ഖുത്ബത്തുൽ ഹാജ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രധാനപ്പെട്ട ഖുതുബകളിൽ, അതേപോലെ നിക്കാഹിൻ്റെ വേളകളിൽ ധാരാളം പറയുമായിരുന്നു ഖുത്ബത്തുൽ ഹാജ. ഇന്നൽ ഹംദലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു എന്നുള്ള പദങ്ങൾ. ഇതെല്ലാം വലിയ രഹസ്യങ്ങളുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഹദീസിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരം പറയാൻ വേണ്ടിയിട്ട് നിയമമാക്കിയിരിക്കുന്ന ഒരു ദിക്റാണ്. അതിൽ ഒരു സന്ദർഭം ഇതാണ്, ഫി അദ്കാരി സ്വബാഹ്, ധാരാളം ദിക്റുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഭാതത്തിൽ പറയാൻ നിയമമാക്കിയിട്ടുണ്ട്. അങ്ങനെ പ്രഭാതത്തിലൂടെ ദിക്റുകളിൽ ഒന്നാണെന്ത്, ഈ പറയുന്ന ദിക്ർ. സഹാബികളിൽപ്പെട്ട മുനൈദിർ അസ്ലമി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന കാണാം, ഖാൽ സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു, മൻ ഖാല ഇദാ അസ്ബഹ, പ്രഭാതത്തിലായാൽ ആരാണോ പറയുന്നത്, അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞാൽ, റദീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യൻ എന്നാരെങ്കിലും പറഞ്ഞാൽ, ഫഅന സഈമു ലിആഖുദ ബിയദിഹി ഹത്താ ഉദ്ഖിലഹുൽ ജന്ന, ഞാൻ അവന് ഉറപ്പു നൽകുകയാണ്, ജാമ്യം നിൽക്കുകയാണ്, അവൻ്റെ കൈ പിടിച്ച് ഞാൻ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നതുവരെ ഞാൻ അവൻ്റെ കൈ പിടിക്കൂ എന്ന് ഞാൻ ഉറപ്പു നൽകുകയാണ് എന്നാണ് പറയുന്നത്. വളരെ പ്രാധാന്യമർപ്പിക്കുന്ന ഹദീത്താണ്, ഇമാം മുസ്ലിം ഉദ്ധരിച്ചതാ. അപ്പോൾ പ്രഭാതത്തിൽ ആരാണ് നിനക്ക് പറയുന്നവൻ, അവൻ്റെ കൈ പിടിച്ച് ഞാൻ അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കും. മാത്രമല്ല ഇത് ഒരു സന്ദർഭമാണ് പ്രഭാതത്തിൽ പറയുക. അതേപോലെ തന്നെ വഫിൽ അദാനി ബഅദ ഖൗലി മുഅദ്ദിനി അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, പ്രഭാതത്തിൽ പറയുന്നതോടുകൂടെ 5 നേരവും ബാങ്ക് വിളിക്കുന്നുണ്ട്, നമസ്കാരത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ബാങ്ക് വിളിക്കുന്നുണ്ട്. ഇങ്ങനെ ബാങ്ക് വിളിക്കുമ്പോൾ 5 നേരവും എന്ത് ചെയ്യേണ്ടതുണ്ട്, ഇത് പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയമമാക്കിയിട്ടുണ്ട്. പലപ്പോഴും മറന്ന ഒരു സുന്നത്താണത്.
ബാങ്കിൻ്റെ വേള ഈ ദിക്ർ പറയാൻ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിയമമാക്കി. പക്ഷേ പല ആളുകളും ചെയ്യുന്നുണ്ട്, അത് മറന്നു പോയിട്ടുണ്ട്, ഉപേക്ഷിക്കപ്പെട്ട സുന്നത്തുകളിൽപ്പെട്ടതാണ്. ഇപ്രകാരമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാല ഹീന യസ്മഉൽ മുഅദ്ദിൻ, മുഅദ്ദിനെ ബാങ്ക് വിളിക്കുന്നവനെ കേൾക്കുമ്പോൾ ആരെങ്കിലും പറഞ്ഞാൽ, ബാങ്ക് വിളിക്കുന്നവൻ എന്തു പറയുമ്പോൾ, വഅന അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് വഅന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു റളീതു ബില്ലാഹി റബ്ബ വബിമുഹമ്മദിൻ റസൂല വബിൽ ഇസ്ലാമി ദീന എന്നാരെങ്കിലും പറഞ്ഞാൽ ഗുഫിറ ലഹു ദംബു, അവൻ്റെ പാപങ്ങൾ അവന് പൊറുക്കപ്പെട്ടു എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പോൾ ബാങ്ക് വിളിക്കുമ്പോൾ മുഅദ്ദിൻ തക്ബീർ പറയും, ശേഷം ഷഹാദത്ത് പറയും, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, പിന്നീട് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് പറയുമ്പോൾ ഒരാൾ പറയുകയാണ്, വ അന, ഞാനും ഇതാ സാക്ഷ്യം വഹിക്കുന്നു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ്, ഇബാദത്തിന് അർഹൻ അല്ലാഹു മാത്രമാണുള്ളൂ എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അവൻ ഏതനാണ്? ഒരു പങ്കുകാരുമില്ലാത്തവനാണ്. വ അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു, മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ അടിമയാണ്, അല്ലാഹുവിൻ്റെ ദൂതനുമാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. എന്നിട്ട് റളീതു ബില്ലാഹി റബ്ബ, അല്ലാഹുവിനെ റബ്ബായി ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു, വബി മുഹമ്മദിൻ റസൂല, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ റസൂലായി ഞാൻ തൃപ്തിപ്പെട്ടു, വബിൽ ഇസ്ലാമി ദീന, ഇസ്ലാമിന് ദീനായി ഞാൻ തൃപ്തിപ്പെട്ടു എന്ന് ഒരാൾ പറഞ്ഞാൽ ഗുഫിറ ലഹു ദംബു, അവൻ്റെ പാപങ്ങൾ എന്ത് ചെയ്യും? അത് മുഖേന പൊറുക്കപ്പെടും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. ആദ്യം പറഞ്ഞ ഹദീസ് ഇമാം തൊബ്രാനി ഉദ്ധരിച്ചതാണ്. അപ്പോൾ ഇത് വളരെയധികം ശ്രേഷ്ഠം എന്ന് പറഞ്ഞാൽ 5 നേരം എന്ത് ചെയ്യുക, ഇങ്ങനെ പറയുക, അള്ളാഹുവാണ് എൻ്റെ റബ്ബ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവാണ് എന്നെ സൃഷ്ടിച്ചവൻ, അള്ളാഹുവാണ് എനിക്ക് റിസ്ക് നൽകുന്നവൻ, എനിക്ക് രോഗം നിശ്ചയിക്കുന്നവൻ അള്ളാഹുവാണ്, രോഗം മാറ്റുന്നവനും അള്ളാഹുവാണ്, എനിക്ക് എന്നെ ജീവിപ്പിക്കുന്നവൻ, എന്നെ മരിപ്പിക്കുന്നവൻ, അതേപോലെ തന്നെ എനിക്ക് വേണ്ട നിയമനിർദ്ദേശങ്ങൾ, മാർഗദർശനങ്ങൾ നൽകുന്നവൻ, ഇതെല്ലാം അള്ളാഹു തന്നെയാണ്. എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം ഹൈറും സർവ്വമായി നടക്കുന്നുണ്ടോ ഇതിൽ അള്ളാഹുവിൻ്റെ ഭാഗത്താണ് എന്ന് ഒരാൾ തൃപ്തിപ്പെടുകയാണ്. ഇങ്ങനെ നിരന്തരം പറയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതവൻ്റെ ഹൃദയത്തിൽ തട്ടിയിട്ടുണ്ടെങ്കിൽ അവൻ്റെ ജീവിതം സുന്ദരമായിരിക്കും. ഹംസല്ലാസ് പറഞ്ഞല്ലോ, ഒരു മുഅ്മിനിൻ്റെ കാര്യം അത്ഭുതമാണ് എന്ന് പറഞ്ഞല്ലോ. പ്രയാസങ്ങൾ ഉണ്ടായാൽ അവനെന്ത് ചെയ്യും? ക്ഷമിക്കും, അതവന് ഹൈറാണ്. സന്തോഷമുണ്ടായാൽ അവൻ ഹംദ് പറയും, അതുപോലെ ഹൈറാണ്. അപ്പം അള്ളാഹുവാണ് എൻ്റെ റബ്ബ് എന്ന് തിരിച്ചറിയുക എന്നുള്ളത്, അത് കേവലം പറയുന്നതിനേക്കാൾ അപ്പം തിരിച്ചറിയേണ്ടതുണ്ട്, ഹൃദയത്തിൽ ബോധ്യം വരുത്തേണ്ടതുണ്ട്. അള്ളാഹുവാണ് എൻ്റെ റബ്ബ്, എന്നെ ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനും അള്ളാഹുവാണ്, ഏത് സമയം എനിക്ക് ജീവൻ നൽകിയവനാണ്, എപ്പോഴും ഞാൻ മരിക്കാം, എനിക്ക് ആരോഗ്യം നൽകിയവനാണ്, എപ്പോഴും എനിക്ക് രോഗം വരാം. ഈ ഒരു ബോധം ഒരാളുടെ ഹൃദയത്തിൽ ഉണ്ടാവുക, അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്നിലേക്ക് നിയോഗിക്കപ്പെട്ട അള്ളാഹുവിൻ്റെ റസൂല്, അന്തിമ ദൂതനാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തനുസരിച്ച് ഞാൻ ജീവിക്കുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും നല്ല അഹ്സനായ ഹദീ പഠിപ്പിച്ചിട്ടുണ്ട്, ഏറ്റവും നല്ല വിധികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകിയിട്ടുണ്ട്. സംശയമില്ലാത്ത രീതിയിലുള്ള ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് പഠിപ്പിച്ചു പോയിട്ടുണ്ട്. എല്ലാ മേഖലകളിലും ഉള്ള വിധിവിലക്കിലോ പഠിപ്പിച്ചിട്ടുണ്ട്. അതിലേറ്റവും അഹ്സനായതാണ്, അക്മലായതാണ്, സമ്പൂർണ്ണമായതാണ്, ഏറ്റവും ഉചിതമായതാണ് മനുഷ്യനെ. അപ്പം അത് വിട്ടിട്ട് വേറെതിലേക്ക് പോകേണ്ടതില്ല. അതുപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സുന്ദരമായ ഒരു ദീൻ പഠിപ്പിച്ചിട്ടുണ്ട്, കെട്ടിക്കുടുക്കുകളില്ലാത്ത, ആശയക്കുഴപ്പങ്ങളില്ലാത്ത വളരെ സുന്ദരമായ ഒരു ദീൻ വിട്ടേച്ച് പോയിട്ടുണ്ട്. അപ്പോൾ ഇത് നിരന്തരം മനുഷ്യനെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. അള്ളാഹു എൻ്റെ റബ്ബാണെന്നും പറയിപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ കാലത്ത് വളരെ പ്രസക്തമാണ്. അള്ളാഹു ആണ് എൻ്റെ റബ്ബ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ നിരന്തരം പറയുന്ന വാക്കാണല്ലോ. അള്ളാഹു ആണ് എൻ്റെ റബ്ബ് എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചത്തിന് സൃഷ്ടാവുണ്ടെന്ന് നിരന്തരം അള്ളാഹു പറയിപ്പിക്കുകയാണ്. പ്രപഞ്ചം തനിയും ഉണ്ടായതല്ല, ഒരു വസ്തുവും തനിയും ഉണ്ടാവുകയില്ല. വളരെ അത്ഭുതകരമായ രീതിയിൽ നമ്മൾ സൃഷ്ടിച്ചവരാണ് അള്ളാഹു. നമ്മുടെ കണ്ണുകളും നമ്മുടെ സംസാരശേഷിയും നമ്മുടെ കേൾവിയും നമ്മുടെ ആന്തരിക ഉപാധിയുമായ സൂക്ഷ്മങ്ങളായ അത്യത്ഭുതങ്ങളായ സൃഷ്ടിപ്പ്, ഇത് കേവലം വൃഥ ഉണ്ടായതല്ല, യാദൃശ്ചികതകളല്ല ഇത്.
എന്നെ സൃഷ്ടിച്ചവൻ അള്ളാഹുവാണ് എന്ന് നിരന്തരം നമ്മെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. ഇത് നമ്മുടെ കുട്ടികളെ കൊണ്ട് നാം പറയിപ്പിക്കണം. അവർ പറയുന്നുണ്ടാകോ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഇതാണ്. പല സാമാന്യബോധം പോലും ഇല്ലാത്ത ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിന് നിരക്കാത്ത പലതും പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികളെ ചെറുപ്പം മുതലേ പഠിപ്പിക്കുകയാണ്. നമ്മുടെ കണ്ണ് അത്യത്ഭുതമാണ്, സൃഷ്ടിച്ചവൻ അള്ളാഹുവാണ്, എൻ്റെ റബ്ബ് അള്ളാഹുവാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇതെല്ലാം അടങ്ങിയിട്ടുണ്ട്. ഇത് നിരന്തരം പറയിപ്പിക്കുക എന്നുള്ളതാണ് അള്ളാഹു ചെയ്തിരിക്കുന്നത്. ഇത് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, അതിനെക്കുറിച്ച് പഠിക്കേണ്ടതുണ്ട്. നിരന്തരം അള്ളാഹുവിൻ്റെ ആയാത്തുകൾ പഠിക്കണം. അള്ളാഹുവിൻ്റെ പ്രാപഞ്ചികമായതും അതേപോലെ തന്നെ ഖുർആനികമായ ഇതുപോലുള്ള ആയാത്തുകൾ പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് മുസന്നിഫ് പറയുന്നു, വൽ ഫദായിലുല്ലത്തി ദക്കറഹൽ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ ഹാദിഹിൽ അഹാദീസ്. ഈ ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്ന ശ്രേഷ്ഠത, രണ്ട് ശ്രേഷ്ഠതയാണ് പ്രധാനമായിട്ട് പറയുക. ഒന്ന് മിൻ മഗ്ഫിറത്തി ദുനൂബി, പാപങ്ങൾ പൊറുക്കപ്പെടും. അതേപോലെ മറ്റൊന്ന് ദുഖൂലി ജന്ന, സ്വർഗപ്രവേശനമാണ്, സ്വർഗത്തിൽ അവന് പ്രവേശിപ്പിക്കും. മറ്റൊരു പാപങ്ങൾ പൊറുക്കപ്പെടും. രണ്ടും വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഈ പറയുന്ന ശ്രേഷ്ഠതകൾ ലാ യനാലുഹാ ഇല്ലാ മൻ തവഫറത് ഫീഹി ശുറൂത്ത് വന്തഫത് അൻഹുൽ മവാനിഅ. ഈ ശ്രേഷ്ഠത കരഗതമാകണമെങ്കിൽ എന്ത് വേണം? അതിന് ചില നിബന്ധനകളുണ്ട്. ആ നിബന്ധനകൾ പൂർത്തിയാകണം. അത് സാധ്യമാകാനുള്ള ചില തടസ്സങ്ങളുണ്ട്. ആ തടസ്സങ്ങൾ നീങ്ങണം. ഇത് രണ്ടും ഉണ്ടെങ്കിലേ ഈ പറയുന്ന ശ്രേഷ്ഠത ഒരാൾക്ക് കരഗതമാവുകയുള്ളൂ. ഇത് ഈ പറഞ്ഞ കാര്യത്തിൽ മാത്രമല്ല, ധാരാളം ഹദീസിൽ കാണാൻ സാധിക്കും. ഇതേപോലെ ശ്രേഷ്ഠതകൾ പറയുമ്പോൾ നമസ്കാരത്തിന് ശേഷം സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ്, അല്ലാഹു എന്നീ 33 പ്രാവശ്യം പറഞ്ഞ വലിയ ശ്രേഷ്ഠതയാണ്. പാപങ്ങൾ പൊറുക്കപ്പെടും. ഒരാൾ ചെയ്ത പാപങ്ങളൊക്കെ എത്ര ധാരാളമാകട്ടെ പൊറുക്കപ്പെടുമെന്ന് വിശ്വാസം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിന് ചില നിബന്ധനകളുണ്ട്. അതേപോലെ തന്നെ ചില തടസ്സങ്ങളുണ്ട്. അത് ലഭിക്കണമെങ്കിൽ ആ തടസ്സങ്ങൾ നീങ്ങണം, നിബന്ധനകൾ പാലിക്കപ്പെടണം. കാരണം എന്താ, ഇപ്പോൾ മസലൻ മൻ ഖാല ഹാദ ദിക്റ, ഒരാൾ ഈ ദിക്ർ പറയുന്നു പ്രഭാതത്തിൽ എഴുന്നേറ്റ്, ബാങ്ക് വിളിക്കുമ്പോൾ എല്ലാവരും ഇത് പറയുന്നുണ്ട്. പക്ഷേ വഹു യുൻകിറുൽ മലായിക, അവൻ മലായിക്കത്തിനെ വിശ്വസിക്കുന്നവനല്ല. മലായിക്കത്തിനെ സംബന്ധിച്ചുള്ള വിശ്വാസം അവൻ നിരാകരിക്കുന്നവനാണ്. ഔ ഗൈറഹു മിൻ അർക്കാനിൽ ഈമാൻ, അല്ലെങ്കിൽ ഈമാനിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ റുക്നുകളിൽ ഏതെങ്കിലും ഒന്നിനെ അവൻ നിഷേധിക്കുന്നവനാണ്. ഔ അൻകറ സ്വലാ, നമസ്കാരം നിർബന്ധമല്ല എന്ന് പറയുന്നവനാണ് ഈ ദിക്ർ എന്ന് പറയും. ഔ ഗൈറഹ മിൻ അർക്കാനിൽ ഇസ്ലാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഇസ്ലാമിൻ്റെ റുക്നുകളിൽ ഏതെങ്കിലും ഒന്നിനെ അവൻ നിഷേധിക്കുന്നു. എന്നാൽ ഫലാ യുഗ്ഫറു ലഹു വലാ തജ്ബു ലഹുൽ ജന്ന, അവൻ്റെ പാപം പൊറുക്കപ്പെടുകയില്ല, അവൻ്റെ സ്വർഗ്ഗപ്രവേശനവും നൽകപ്പെടുകയില്ല. അതേപോലെ വഹാദാ നദീറു ഖൗലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വാക്യത്തിന് തുല്യമാണിത്. ഏതാണ് ആ വാക്യം? മൻ ഷഹിദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വജബത് ലഹുൽ ജന്ന, ആരാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് സാക്ഷ്യം വഹിക്കുന്നവൻ അവന് സ്വർഗ്ഗം നിർബന്ധമായി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ശരിയാണ്, സ്വർഗ്ഗം നിർബന്ധമാണ് അവന്. പക്ഷെ അതിന് ചില നിബന്ധനകളുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചില നിബന്ധനകളുണ്ട്. അതിന് എതിരായ നവാക്കുകളുണ്ട്, തുറഞ്ഞു പോകുന്ന ചില കാര്യങ്ങളുണ്ട്. അതിനൊക്കെ അവൻ രക്ഷപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് സലഫുകൾ പറയുന്നുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവൻ എന്താണ്, അത് മിഫ്താഹുൽ ജന്നയാണ്, സ്വർഗത്തിൻ്റെ താക്കോലാണ്. പക്ഷേ ഏതൊരു താക്കോലിനും അതിൻ്റെ അഗ്രത്തിൽ നിന്നുണ്ടാവും ചില പല്ലുകളുണ്ടാവും. ആ പല്ലുകളുള്ള താക്കോലുമായി പോയാൽ എന്ത് ചെയ്യുമോ, തുറക്കാൻ സാധിക്കുകയുള്ളൂ. അതേപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ചില നിബന്ധനകളുണ്ട്, അതിൻ്റെ അനിവാര്യ താല്പര്യങ്ങളുണ്ട്. അതാരാണ് മനസ്സിലാക്കുന്നവൻ, അതനുസരിച്ച് ആരാണ് പ്രവർത്തിക്കുന്നവൻ, അവനാണിത് ബാധകമാവുക എന്നതുപോലെയാണത്. അതുകൊണ്ട് തന്നെ ഫഹാദൽ ഹുക്മുൽ വാരിദു ഫിൽ ഹദീസ്, ഹദീസിൽ പറഞ്ഞിരിക്കുന്ന ഈ ഹുക്കുമ്, സ്വർഗം ലഭിക്കുമെന്നുള്ള ഈ ഹുക്കുമ് ലൈസ അലാ ഇത്ലാഖ്, അത് നിരുപാധികം പറഞ്ഞതല്ല. ബൽ ലാ ബുദ്ദ മിൻ തഹഖുഖി ശുറൂതി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഷർത്തുകൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, അത് പാലിക്കുക എന്നുള്ളത് അനിവാര്യമാണ്. വന്തിഫാഇ മാ യുനാഖിദുഹ, അതിനെ പൊളിച്ചു കളയുന്ന കാര്യങ്ങൾ ഇല്ലാതിരിക്കുകയും വേണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരാൾ എന്ത് ചെയ്യും, 70,000 പ്രാവശ്യത്തിൽ ചൊല്ലിക്കൊണ്ടേയിരിക്കും. പക്ഷേ ഇതിൻ്റെ ആശയം എന്ന് പറഞ്ഞാൽ ഇബാദത്ത് അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. ഇത് നിരന്തരം പ്രാവശ്യം പറയുന്നു, പല പ്രാവശ്യം പറയുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇത് കഴിഞ്ഞ ഉടനെ അവൻ ഇബാദത്ത് അള്ളാഹു അല്ലാത്തവർ കൊടുക്കുന്നു, അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നു, അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ച അർപ്പിക്കുന്നു, അള്ളാഹു അല്ലാത്തവർക്ക് ഇതുവരെ എന്ത് ചെയ്യുന്നു, അവരുടെ പേരിൽ അറവുകൾ നടത്തുന്നു. ഇബാദത്ത് അള്ളാഹു അല്ലാത്തവർ കൊടുക്കുക. അപ്പോൾ ഈ പറഞ്ഞതിനെ മുറിച്ച് കളയുന്ന നാക്കുകളാണതോ. അപ്പോൾ എന്ത് ചെയ്യില്ല, അത് സ്വീകരിക്കപ്പെടുകയില്ല.
അപ്പോൾ അതിൻ്റെ നിബന്ധനകൾ അവൻ പാലിക്കേണ്ടതുണ്ട്. അതിന് തടസ്സമാകുന്ന കാര്യങ്ങൾ ഇല്ലാതെയാവുകയും ചെയ്യേണ്ടതുണ്ട്. അതേപോലെ ഒമിനൽ അംഹിലത്തി ഐവൻ, ഇതിൻ്റെ ഉദാഹരണത്തിൽപ്പെട്ടാൽ പിന്നെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക്, മൻ സല്ലൽ ബർദൈൻ ദഖലൽ ജന്ന, ആരെങ്കിലും ബർദൈൻ നമസ്കരിച്ചാൽ, അതായത് സുബ്ഹ് നമസ്കാരവും അസ്ർ നമസ്കാരം, ഫലൈസ മഅനൽ ഹദീദി അന്ന മൻ ഇഖ്തസറ അലൽ ബർദൈൻ വഹുമാൽ ഫജ്ർ വൽ അസ്ർ. അപ്പോൾ ഈ ഹദീസിൻ്റെ അർത്ഥം, ആരെങ്കിലും ബർദൈൻ നമസ്കരിച്ചാൽ അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു. ഇതിൻ്റെ അർത്ഥം ഒരാൾ എന്ത് ചെയ്യുന്നു, ബർദൈൻ എന്ന് പറയുന്നത് ഫജ്ർ നമസ്കാരവും അതേപോലെ അസ്ർ നമസ്കാരവുമാണ്. ഇത് രണ്ടും നമസ്കരിക്കുന്നു, ബാക്കിയുള്ളവർക്ക് എന്ത് ചെയ്യുന്നു, ഉപേക്ഷിക്കുന്നു. എന്നാൽ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു എന്നല്ല. മഅ തർക്കിഹി ലിസ്സലവാത്തിൽ ഉഖ്റ സയദ്ഖുലുൽ ജന്ന, ബാക്കിയുള്ള നമസ്കാരങ്ങളെല്ലാം ഉപേക്ഷിക്കുന്നതിനോടുകൂടെ ഇതിൽ മാത്രം ചുരുക്കിയാൽ അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നു എന്നുള്ളതല്ല ഇതിൻ്റെ ആശയം. എന്നാൽ ബലിൽ മുറാദു അന്നൽ ഹുക്മ മുതഹഖിഖുൻ ഫി ഹാലി തവഫുരി ജമീഇ ശുറൂതി വൻതിഫാഇൽ മവാനിഅ. ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഉദ്ദേശം, ഈ പറയുന്ന ഹുക്മ സ്വർഗ്ഗപ്രവേശനം എന്നുള്ളത് സാധ്യമാകണമെങ്കിൽ അതിൻ്റെ നിബന്ധനകളെല്ലാം തന്നെ എന്ത് ചെയ്യേണ്ടതുണ്ട്, പാലിക്കപ്പെടേണ്ടതുണ്ട്. അതിന് തടസ്സമാവുന്ന കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നതാണ്. കാരണം വലാ യുംകിനു ലികുല്ലി മൻ ദകറ ഹുക്മൻ, ഒരാളൊരു വിധി പറയുന്നു, ഏതെങ്കിലും ഒരു കാര്യം, ആ വിധി പറയുന്ന ഒരാൾക്ക് സാധ്യമല്ല ശർഈയായ ഒരു വിധി, മതപരമായ ഒരു വിധി, ബയാനു ശുറൂത്തി വൽ മവാനിഇ ഫിൽ മകാനി മിൻ നഫ്സി, അതേ സ്ഥലത്ത് തന്നെ അതിൻ്റെ എല്ലാ ശുറൂത്തുകളും വിശദീകരിക്കുക എന്നുള്ളത് അതല്ല, തടസ്സങ്ങളും വിശദീകരിക്കുക എന്നുള്ളത് സാധ്യമല്ല. ഖുർആനിൽ ധാരാളം പ്രാവശ്യം നമസ്കാരം നിർവഹിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമസ്കാരത്തിൻ്റെ 9 ശുറൂത്തുകൾ പാലിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും നമസ്കരിക്കണം എന്ന് പറയുന്നത് എല്ലാ ശുറൂത്തുകളും വേണ്ടി പറയുക എന്നുള്ളതല്ല, സാധ്യമല്ല. എന്നാൽ നമസ്കാരത്തിൻ്റെ ശുറൂത്തുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഖുർആനിൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ പഠിപ്പിക്കുന്നുണ്ട്. ഖിബലയിലേക്ക് തിരിഞ്ഞു നിൽക്കണം, അതേപോലെ തന്നെ വസ്ത്രം ധരിക്കേണ്ടതുണ്ട്, ശുദ്ധി വരുത്തേണ്ടതുണ്ട്, നിയ്യത്തുണ്ടാകേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള വ്യത്യസ്ത ശുറൂത്തുകൾ എന്ത് ചെയ്യുന്നുണ്ട്, പല സ്ഥലങ്ങളിലും പറയുന്നുണ്ട്. ഈ പറയുന്ന ശുറൂത്തുകളെല്ലാം പാലിച്ചുകൊണ്ട് എന്ത് ചെയ്താൽ നമസ്കരിച്ചാൽ എന്നാണ്. അപ്പോൾ ഒരു വിധി പറയുമ്പോൾ അതിൻ്റെ എല്ലാ ശുറൂത്തുകളും അല്ലെങ്കിൽ അതിന് പൊളിച്ചു കളയുന്ന തടസ്സങ്ങൾ ധാരാളം ഉണ്ടാകുമോ, അതെല്ലാം ഒരേ സ്ഥലത്ത് തന്നെ പറയുക എന്നുള്ളതൊന്നല്ല, സാധ്യമായ കാര്യമല്ല. അപ്പോൾ ചില വിധികൾ പറയും, അതിൻ്റെ പ്രാധാന്യം ഉൾക്കൊള്ളാൻ. ഇപ്പോൾ സുബ്ഹ് നമസ്കാരത്തിന് വലിയ പ്രാധാന്യമുണ്ട്. സുബ്ഹ് നമസ്കാരം സാധാരണ ആളുകൾ ഉറക്കിൽ സുഖമായി കിടന്നുറങ്ങുന്ന സമയമാണ്. ആ സമയത്ത് എന്ത് ചെയ്യുക, എഴുന്നേറ്റ് നമസ്കരിക്കുക എന്നത് ശ്രമകരമായ കാര്യമാണ്. അസറാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അസർ ഉച്ചവിശ്രമത്തിന് ശേഷം കച്ചവടമെല്ലാം ചെയ്യുന്നത് നല്ല രീതിയിൽ സജീവമായി വരുന്ന സമയമാണ്. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യുക, നമ്മുടെ സമയം മാറ്റിവെക്കുക നമസ്കാരത്തിന് വേണ്ടിയിട്ട്. ഇതും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് അത് ഒരാൾ യഥാവിധം നിർവഹിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ബാക്കിയുള്ളത് നിർവഹിക്കാനാണ് നിങ്ങൾ എളുപ്പമായിരിക്കുക എന്നുള്ള അർത്ഥം. അപ്പോൾ ഇതിൻ്റെ പ്രാധാന്യത്തെ സൂചിപ്പിക്കാനാണ് ചില ഹദീസുകൾ എന്ത് ചെയ്യുന്നത്, അങ്ങനെ പറയുന്നത്. വഇന്നമാ ഹാദാ യുഫ്ഹമു ബിജംഇൽ അദില്ലത്തി ശർഇയ്യ, ശരീഅത്തിൻ്റെ മറ്റുള്ള ദലീലുകൾ, തെളിവുകളെല്ലാം ഒരുമിച്ച് കൂട്ടുമ്പോഴാണ് എന്ത് ചെയ്യുക, ഇതിന് ചില നിബന്ധനകളുണ്ട് എന്ന് മനസ്സിലാവുക. ഈ പറഞ്ഞ കാര്യത്തിന് എന്തുണ്ട്, ചില നിബന്ധനകളുണ്ട്. അത് സ്വർഗം കരഗതമാക്കാൻ അതിന് തടസ്സമാകുന്ന ചില കാര്യങ്ങളുണ്ട്, അതില്ലാതിരിക്കണം എന്ന് മനസ്സിലാവുക. മറ്റുള്ള ദലീലുകളെല്ലാം ഒരുമിച്ച് വെക്കുമ്പോഴാണ്. فكل حكم من الأحكام لا يتحقق حتى تتوفر شروطه وتنتفي موانعه. ഇതൊരു ഖാഇദയാണ്, അടിസ്ഥാന തത്വമാണ്. ഫുഖഹാക്കൾ ഉലമാക്കൾ നൽകുന്നൊരു അടിസ്ഥാന തത്വമാണത്. ഏതൊരു ഹുക്കുമാകട്ടെ ഇസ്ലാമിൽ, അത് തഹക്കുക്കാകുന്നത്, യാഥാർത്ഥ്യമാകുന്നത് അതിൻ്റെ നിബന്ധനകൾ എന്ത് ചെയ്യുമ്പോഴാണ്, പാലിക്കപ്പെടുമ്പോഴാണ്. അതേപോലെ തന്നെ അതിന് തടസ്സമാകുന്നതായ മാനിഅകൾ എന്ത് ചെയ്യണം, അതില്ലാതെയാവുകയും ചെയ്യണം. അപ്പോഴാണ് ഒരു വിധി എന്ത് ചെയ്യുക, അവിടെ നടപ്പിലാവുക എന്നതാണ്. അപ്പോൾ ഈ ദിക്ർ വളരെ പ്രാധാന്യമുള്ള ഒരു ദിക്റാണ്. ഇതിൻ്റെ ആശയം എന്ത് ചെയ്തിട്ടുണ്ട്, വളരെ പ്രസക്തമാണ്. അതുകൊണ്ടാണ് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല ഈ വിഷയത്തിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്. വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഗ്രന്ഥം, അൽ ഉസൂലു സലാത്ത, 3 അടിസ്ഥാന തത്വങ്ങൾ എന്നാണ് അതിൻ്റെ പേര്. വളരെ ലളിതമാണ്, എന്നാൽ വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഈ 3 കാര്യങ്ങളാണ് അവർ ചർച്ച ചെയ്യുന്നത്. ആരാണ് നമ്മുടെ റബ്ബ്, ഏതാണ് നമ്മുടെ ദീൻ, ആരാണ് നമ്മുടെ നബി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഒരു ആശയത്തെ ഷെയ്ഖുൽ ഇസ്ലാം ആധുനികരായ പണ്ഡിതരായിരിക്കും, പക്ഷേ എന്ത് ചെയ്തു, അള്ളാഹു അദ്ദേഹത്തിനാണ് തൗഫീഖ് നൽകിയത്. ഈ പറയുന്ന കബറിൽ ഒരു മനുഷ്യനെ കൊമ്പ് വെച്ചാൽ ഇതാണ് ചോദിക്കുക, അത്രയ്ക്കും പ്രസക്തമായതാണ് 3 ചോദ്യങ്ങൾ. പക്ഷെ അതിൽ സ്വതന്ത്രമായ ഒരു രചന ഷെയ്ഖുൽ ഇസ്ലാമിൻ്റെ
അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹിയുടെ കരങ്ങളിൽ കൂടെയാണ് എന്ത് ചെയ്തത്, രചിക്കപ്പെട്ടത്. വളരെ സുന്ദരമാണ്. ഓരോ ആളുകളും, സാധാരണക്കാരും ചെറിയ കുട്ടികളും അതേപോലെ തന്നെ മുതിർന്നവരും സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും പഠിക്കേണ്ട, മനഃപ്പാഠമാക്കേണ്ട വളരെ പ്രാധാന്യമർഹിക്കുന്ന ഗ്രന്ഥമാണ്. അതുകൊണ്ട് ഈ 3 വിഷയത്തിന് എന്ത് ചെയ്യണം, നല്ല പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്. റബ്ബിനെ സംബന്ധിച്ച് പഠിക്കാനും അതുപോലെ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചും ദീനിനെ സംബന്ധിച്ച് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പഠിക്കുക. ഇതാണ് 4-മത്തെ ചോദ്യം. 5-മത്തെ ചോദ്യം ഈ വിഷയങ്ങൾ ചെയ്തതിൻ്റെ ശേഷമുള്ള ചോദ്യോത്തരങ്ങളിൽ വിശദീകരിക്കപ്പെടുന്നുണ്ട്. 5-മത്തെ ചോദ്യം, ലിമാദാ ഖലഖന അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന ദലീൽ. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചത്? അതിനുള്ള ദലീൽ എന്താണ്, തെളിവെന്താണ്? ഇന്നതിനാണ് നമ്മൾ സൃഷ്ടിച്ചത് എന്നുള്ളതിനുള്ള തെളിവെന്താണ്? ഉത്തരം, ലി ഇബാദത്തിഹി വഹദ. അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യാനാണ് അള്ളാഹു നമ്മെ സൃഷ്ടിച്ചത്. എന്താണ് അതിനുള്ള തെളിവ്? ഖാല അല്ലാഹു തആല, അള്ളാഹു തആല പറഞ്ഞു, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ. ജിന്നുവർഗത്തെയും മനുഷ്യവർഗത്തെയും ഞാൻ സൃഷ്ടിച്ചിട്ടില്ല, ഇല്ലാ ലിയഅ്ബുദൂനി, എനിക്ക് ഇബാദത്ത് ചെയ്യാനല്ലാതെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് മുസന്നിഫ് ഹഫിളഹുല്ലാഹ് പറയുന്നു, അത്തൗഹീദു ഹുവ ദീനുല്ലാഹി തആല. തൗഹീദാണ് അല്ലാഹുവിന്റെ ദീൻ. അപ്പോൾ ഇവിടെ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യാനാണ് അള്ളാഹു ചെയ്തിരിക്കുന്നത്, മനുഷ്യനെ അതുപോലെ ജിന്നിനെ സൃഷ്ടിച്ചിരിക്കുന്നത്. അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതാണ് തൗഹീദ്. ഇബാദത്ത് അള്ളാഹ്ക്ക് മാത്രമാക്കി തീർക്കലാണ് തൗഹീദ് എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് ദീൻ എന്ന് പറഞ്ഞാൽ തന്നെ അത് തൗഹീദാണ്. വമിൻ അജ്ലിഹി ഖലഖല്ലാഹു ദുനിയാ വൽ ആഖിറ. ആ തൗഹീദിന് വേണ്ടിയിട്ടാണ് അള്ളാഹു ദുനിയാവും ആഖിറവും സൃഷ്ടിച്ചത്. ഖുർആൻ പറയുന്നുണ്ട്, 7 ആകാശങ്ങളെയും അതേപോലെ തന്നെ 7 ഭൂമികളെയും സൃഷ്ടിച്ചതിന് വേണ്ടിയിട്ടാണ്, അള്ളാഹുവിനെ സംബന്ധിച്ച് പഠിക്കാനാണ്, അള്ളാഹുവിൻ്റെ ഏകത്വത്തെക്കുറിച്ച് പഠിക്കാനും അതനുസരിച്ച് അമൽ ചെയ്യാനോ. വഹുവ അവ്വലു മാ ദഅ ഇലൈഹി റുസുൽ അലൈഹിമുസ്സലാം അഖ്വാമഹും. ഇതിലേക്കാണ് എല്ലാ മുർസലീങ്ങളും അവരുടെ സമൂഹത്തെ ഒന്നാമതായി ക്ഷണിച്ചത്. ഏത് മുർസലീങ്ങളുണ്ടെങ്കിലും ആ റസൂൽ ആ സമൂഹത്തിലേക്ക് ചെന്ന്, ആ സമൂഹത്തിൽ ഉണ്ടാകുന്ന പ്രശ്നം ഏതൊരു പ്രശ്നമാകട്ടെ, ഒന്നാമതായി അവൻ ക്ഷണിക്കുന്നത് ഇതിലേക്കായി. ഫകുല്ലു റസൂലി ഖാല ലിഖൗമി. എല്ലാ മുർസലീങ്ങളും അവരുടെ സമൂഹത്തോട് പറഞ്ഞു, ഉഅ്ബുദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു. അല്ലയോ സമൂഹമേ, നിങ്ങൾ ഇബാദത്ത് അല്ലാഹുവിന് മാത്രം ചെയ്യുക, അവനല്ലാതെ നിങ്ങൾക്ക് ഒരു ആരാധ്യനില്ല. എല്ലാ റസൂലും ഇത് തന്നെയാണ് ആദ്യം പറഞ്ഞത്, ഏത് പ്രശ്നമാകട്ടെ. ഇപ്പോൾ നമ്മൾ മുഹറം മാസത്തിലാണ്, മുഹറത്തിൻ്റെ സന്ദേശം ധാരാളം ആളുകളുടെ പ്രഭാഷണത്തിലൂടെയൊക്കെ ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. പലപ്പോഴും അതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് ആളുകൾ അറിഞ്ഞു വരുന്നില്ല എന്നാണ്. പല വിപ്ലവത്തിന് പ്രാധാന്യം കൊടുക്കുന്ന പല സംഘടനകളും ആളുകളും ഇതിനെ ആളുകളുടെ വികാരത്തെ ഇളക്കി വിടാനും അങ്ങനെ വിപ്ലവം സൃഷ്ടിക്കാനും വേണ്ടിയിട്ടുള്ള പലതിനുമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മൂസ അലൈഹിസ്സലാമെ അള്ളാഹു എന്ത് ചെയ്യാണ്, ബനു ഇസ്രായേലിലേക്ക് ടൂറാണ്. അവിടെ വളരെയധികം പീഡനം നീക്കുവാകുന്ന ഒരു ജനതയായി ബനു ഇസ്രായേൽ. ഖുർആൻ പറയുന്നുണ്ട്, അവൻ ഭൂമിയിൽ അഹന്ത നടിച്ചു, ജനങ്ങളെ വ്യത്യസ്ത കക്ഷികളാക്കി മാറ്റി, അവരെ ഒന്ന് ആൺമക്കളെ ഒന്നതങ്ങ് എന്ത് ചെയ്തു, കശാപ്പ് ചെയ്തുകൊണ്ടിരുന്നു. ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണുന്നത് അറവുശാലകളിൽ മൃഗങ്ങളെ കശാപ്പ് ചെയ്യുന്നത് പോലെ ദിവസവും 100 കണക്കിന് പാല് കുടിക്കുന്ന കുഞ്ഞുമക്കൾ എന്ത് ചെയ്യുമായിരുന്നു, കുന്നുകളയുമായി. അത്രയ്ക്ക് ദൂരമായിട്ടായിരുന്നു പെൺമക്കളെ ജീവിക്കാൻ അനുവദിക്കൂ. ഇത് ഖുർആൻ വളരെ വിശദമായി പറയുന്നുണ്ട്. അവിടേക്കാണ് ആരെ നിയോഗിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ അലൈഹിസ്സലാമിനെ നിയോഗിക്കുന്നത്. മൂസ അലൈഹിസ്സലാം ഫിർഔനിൻ്റെ കൊട്ടാരത്തിൽ തന്നെയാണ് ഉള്ളത്. ഈ അനീതിയും അക്രമവും എല്ലാം അത് കാണുന്നുണ്ട്. അതിന് തടുക്കാൻ ചില ശ്രമങ്ങൾ നടത്തുന്നത് മൂസ അലൈഹിസ്സലാം. ഒരിക്കൽ ഒരു ഖിബ്തി ഇസ്രായേലിനെ വർദ്ധിക്കുന്നത് കണ്ട മൂസ അലൈഹിസ്സലാം കായികമായി നേരിട്ടു. അദ്ദേഹം മരിച്ചുപോയി. ഇത് ബുദ്ധിപരമല്ല എന്നുള്ളത് ആർക്ക് തന്നെ അറിയാം? മൂസ അലൈഹിസ്സലാമിന് അറിയാം. അതുകൊണ്ടാണ് ഉടനെ തന്നെ എന്ത് ചെയ്തു, പശ്ചാത്തപിച്ചു മടങ്ങി. അവിടെ കായികമായി നേരിടുക എന്നുള്ളത് ബുദ്ധിപരമല്ല, അപകടം പിണയുന്നതാണ്. അടുത്ത ദിവസം വീണ്ടും ഇതേപോലെ കണ്ടു, വീണ്ടും നേരിടാൻ പോയി. പക്ഷെ എന്ത് ചെയ്തു, പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ഒരാളൊന്ന് പറഞ്ഞു, മുന്നറിയിപ്പ് കൊടുത്തു, മൂസാനെ രക്ഷപ്പെട്ടു പോയി, നാട് വിട്ടുപോയി. കാരണം അത് ശരിയായ നിലപാടല്ല.
അവിടെ കായികമായി അവരെ നേരിടുക എന്നുള്ളത് അവരെ പരാജയപ്പെടുത്തുക സാധ്യമല്ല. ബുദ്ധി ഉപയോഗിച്ച് ഒരു മനുഷ്യൻ ചെയ്യേണ്ടതുണ്ട്, പ്രവർത്തിക്കേണ്ട. മൂസ അലൈഹി സ്വലാം നാടോട്ട് പോയി കുറേ വർഷം നിർത്തിയ ശേഷം വീണ്ടും തിരികെ വരുവാണ്. തിരികെ വരുമ്പോൾ മൂസ അലൈഹിസ്സലാം കുടുംബവുമായി വരുമ്പോൾ അതാണ് അള്ളാഹു അദ്ദേഹത്തിന് ദൗത്യം ഏൽപ്പിക്കുന്നത്. ഇസ്രായേലിനെ മോചിപ്പിക്കണം, ഈ കഠിനമായ പ്രയാസത്തിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തണം. അവിടെ അള്ളാഹു പറയുകയാണ്, "വഅനഖ്തർതു", ഞാൻ താങ്കളെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. "ഫസ്തമിഅ ലിമാ യുഹാ", താങ്കൾക്ക് വഹ്യി നൽകപ്പെടുന്നതിന് താങ്കൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ടതുണ്ട്, നല്ല സൂക്ഷ്മമായി കേൾക്കണം. ഞാൻ താങ്കളെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ഇന്നനി അനല്ലാ എന്ന ആദ്യം പറയണം, ഞാൻ അള്ളാഹുവാണ്, ഞാൻ താങ്കളെ തെരഞ്ഞെടുത്തിരിക്കുന്നു. താങ്കൾക്ക് നൽകപ്പെടുന്ന വഹ്യി താങ്കൾ സൂക്ഷ്മമായി കേൾക്കണം. ഒരു വലിയ ദൗത്യം ഏൽപ്പിക്കാൻ പോവുകയാണ്. ഇത്രയും അധികം പീഡനം ഏൽക്കുന്ന ഈ സമൂഹത്തെ രക്ഷപ്പെടുത്താനാവുക. അവിടെ ഒന്നാമതായി അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസ അലൈഹിസ്സലാമിനോട് പറഞ്ഞത് എന്താണ്? ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുനി. ഇതാണ് ഒന്നാമത്തെ കാര്യം പറയുന്നത്. ഇതാണ് ആദ്യം പ്രബോധനം ചെയ്യേണ്ടത്. ഇബാദത്തിന് അർഹനായിട്ട് ഞാനല്ലാതെ മറ്റാരുമില്ല, അതുകൊണ്ട് എനിക്ക് മാത്രമായിരിക്കണം ഇബാദത്ത്. ഇതാണ് ഒന്നാമതായി പഠിക്കുന്നത്. ഇത്രയധികം പീഡനങ്ങൾ ഏൽക്കുന്ന ഒരു സമൂഹത്തിൻ്റെ അടുക്കലേക്ക് പോയി പല ആളുകളും തൗഹീദ് പറയുന്നു, പരിഹസിക്കും, കളിയാക്കും. തലവെട്ടാൻ പോവുകയാണ് ശത്രുക്കൾ. അപ്പോഴാണ് നിങ്ങൾ തൗഹീദ് പ്രഭാഷണം നടത്തുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ നമസ്കാരത്തിൻ്റെ മസാലകൾ ചർച്ച ചെയ്യുന്നത്. നിങ്ങളുടെ തല അവിടെ കഴുത്തിൻ്റെ മേലെ ഉണ്ടാകും എന്നൊരു സമസ്യയാണ്. അപ്പോഴാണ് നിങ്ങൾ നമസ്കാരത്തിൻ്റെ മസാല ചർച്ച ചെയ്യുന്നത് ചോദിക്കൂ. രണ്ടാമത് പറഞ്ഞ നമസ്കാരമാണ്. ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുനി വഅഖിമി സ്വലാത്ത ലിദിക്രി. അതാണ് ഉണ്ടാവുക. എൻ്റെ ദിക്റിനെ നിലനിർത്താൻ നിങ്ങൾ നമസ്കാരം നിലനിർത്തുക. മൂന്നാമത് പറഞ്ഞത് ആസറുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇന്ന സാഅത ലആതിയത്ത്, ഖിയാമത്ത് നാൾ ഇതാ വരാനുണ്ട്. ഖിയാമത്തുമായി ബന്ധപ്പെട്ട വിശ്വാസം. എന്നിട്ട് തുടർന്ന് പറയണത്, ഈ ബോധം ഇല്ലാതെയാക്കാൻ ശത്രുക്കൾ നിയോഗിക്കാൻ പരിശ്രമിക്കും, അതിൽ താങ്കൾ പെട്ടുപോകരുത് എന്നൊരു ഉപദേശം കൊടുക്കുന്നു. ഈ മൂന്ന് സന്ദേശങ്ങളാണ് മൂസ അലൈഹി സ്വലാമിന് കൊടുക്കുക. അപ്പോൾ ഏത് സമൂഹത്തിലേക്കും ആ സമൂഹത്തിൽ നേരിടുന്ന പ്രശ്നങ്ങൾ ഏതുമാകട്ടെ, ശുഐബ് അലൈഹി സ്വലാമിൻ്റെ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം സാമ്പത്തികമായ ക്രയവിക്രയത്തിനുണ്ടായിരുന്നതായ എന്തായാലും പ്രയാസങ്ങളായി. അവർ എന്ത് ചെയ്യും? ഏറ്റക്കുറച്ചിലുകൾ നടത്തും. ആദ്യമായി ശുഐബ് അലൈഹി സ്വലാം പറഞ്ഞതാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഞാൻ പറഞ്ഞത്, അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് ചെയ്യുക, നിങ്ങൾക്ക് അള്ളാഹു അല്ലാതെ മറ്റൊരു ആരാധിക്കുക. അതേപോലെ തന്നെ ലൈംഗികാരാധിപത്യമുള്ള സമൂഹങ്ങളിൽ, ധൂർത്തുള്ള സമൂഹങ്ങളിൽ, ഏത് സമൂഹത്തിലേക്കും നബി വന്നാൽ എന്താണെന്ന് പറയുന്നത് തന്നെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിലാണ് ശാശ്വതമായ പരിഹാരം. അതല്ലാത്തിൽ ചില പെട്ടെന്നുള്ള ചില പരിഹാരങ്ങൾ കണ്ടേക്കാം, പക്ഷെ അതെന്തല്ല, ശാശ്വതമല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഏതൊരു റസൂലിനെ ഏതൊരു നാട്ടിലേക്ക് അയക്കുന്നുവോ അവിടെയെല്ലാം ഒന്നാമതായി ആ റസൂൽ അവരെ ദഅവത്ത് ചെയ്തിരുന്നത് ഇതിലേക്കാണ്, ഈ പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്കാണ്, തൗഹീദിലേക്കാണ്. തൗഹീദ് ശരിയായാലും എന്ത് ചെയ്യും? മറ്റുള്ളവരിൽ സ്വാഭാവികമായ മാറ്റം ഉണ്ടാവും. കുടുംബത്തിലാണെങ്കിലും, അതേപോലെ തന്നെ ഒരു സ്ഥാപനത്തിലാണെങ്കിലും, ഒരു രാഷ്ട്രത്തിലാണെങ്കിലും, ഒരു കച്ചവട സംരംഭത്തിലാണെങ്കിലും, എല്ലാത്തിലും അത് നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുന്ന കാര്യമാണ്. തൗഹീദിൽ എവിടെ വിള്ളലുണ്ടാകുന്നുവോ അവിടെ അനുസരിച്ച് പ്രശ്നങ്ങളുണ്ടാവും. ഇത് തീർച്ചയാണ്. വഹാദിഹിൽ ആയാത്ത് ഇശാറത്തുൽ ഇലാ അന്ന ഔലാ മാ യജിബു അൻ നുദക്കിറ അന്നാസ ബിഹി അന്നല്ലാഹ ഖലഖഹു ലിഇബാദതിഹി വഹദ ലാ ശരീക ലഹു. എന്നിട്ട് മുസ്ലിം പറയുകയാണ്, ഈ ആയത്ത് സൂചിപ്പിക്കുന്ന കാര്യം, ജനങ്ങൾക്ക് ഉദ്ബോധനങ്ങൾ കൊടുക്കുമ്പോൾ ആദ്യമായി അവരെ പഠിപ്പിക്കേണ്ടത്, ഓർമ്മപ്പെടുത്തേണ്ടത് ഇബാദത്ത് അള്ളാഹുവിന് മാത്രമാണെന്ന്, അവനൊരു പങ്കാളികളുമില്ല എന്നുള്ള ഈ സന്ദേശമാണ് ഒന്നാമതായിട്ട് എന്ത് ചെയ്യേണ്ടത്, ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് എന്നുള്ളതും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ആയത്തിലുണ്ട്. കാരണം എന്താണ്? ഒഫീ സിയാഖി ഹാദിഹിൽ ആയത്തി ഖാല തആല, ഈ ആയത്തിൻ്റെ സന്ദർഭം ഇങ്ങനെയാണ്. ഒരിക്കൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയുന്നുണ്ട്, ഫതവല്ല അൻഹും ഫമാ അൻത ബിമുലി ഫമാ അൻത ഫതവല്ല അൻഹും ഫമാ അൻത ബിമുലി, അവരെ താങ്കൾ നോക്കണമെന്നേക്ക് തുർദുദാരിയത്തിൽ താങ്കൾ അതിൻ്റെ പേരിൽ ആക്ഷേപാർഹനാവുകയില്ല. ഇത് പറഞ്ഞ ശേഷം വലിയ വിഷമം തോന്നി. എൻ്റെ ഉമ്മത്തിരി വിശ്വസിക്കുകയില്ലേ, എൻ്റെ പ്രബോധനം വൃഥാവിലാകുമോ? അപ്പോൾ അള്ളാഹു പറഞ്ഞു, വദക്കിർ ഫഇന്ന ദിക്റാ തൻഫഉൽ മുഅ്മിനീൻ, താങ്കൾ ഉദ്ബോധിപ്പിച്ചുകൊണ്ടിരിക്കുക, താങ്കൾ അവരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക. മുഅ്മിനീങ്ങൾക്ക്, വിശ്വാസം
കൊടുക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചിരിക്കുന്ന ആളുകൾക്ക് ഈ ദിക്ർ എന്ത് ചെയ്യും? ഉദ്ബോധനം പ്രയോജനം ചെയ്യുക തന്നെ ചെയ്യും. നബിയെ സാന്ത്വനിപ്പിച്ചുകൊണ്ട് ഇറങ്ങിയതാണ് നാം. അവർക്കുടനെയാണ് പറയേണ്ടത്. എന്താണ് അവർക്ക് ഉദ്ബോധിപ്പിക്കേണ്ടത്? ഒമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യ ജിന്ന് വർഗ്ഗങ്ങളെ എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടല്ലാതെ എന്ത് ചെയ്തിട്ടില്ല, സൃഷ്ടിച്ചിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ സാഹചര്യം അതാണ്. അവർക്ക് ഉദ്ബോധനം കൊടുക്കേണ്ട ഒന്നാമത്തെ കാര്യം ഇതാണ്, ഇബാദത്ത് അള്ളാഹുവിന് മാത്രമാണ് എന്നുള്ളതാണ്. വലമ്മ അർസല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ഇലൽ യമൻ. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് അയച്ചു ദഅവത്തിന് വേണ്ടി. അവിടെ അഹ്ലുൽ കിതാബാണ്. അപ്പോൾ പറഞ്ഞു, ഇന്നക തഖദവു അലാ ഖൗമിൻ മിൻ അഹ്ലിൽ കിതാബ്. താങ്കൾ പോകുന്ന അഹ്ലുൽ കിതാബുള്ള നാട്ടിലേക്കാണ്, യമനിലേക്കാണ്. നസാറാക്കളുള്ള നാടുകളാണ്. അതുകൊണ്ട് ഫൽയകുൻ അവ്വല മാ തദ്ഉഹും ഇലാ അൻ യുവഹിദുല്ലാഹ തആല. ഒന്നാമതായി താങ്കൾ എന്ത് ചെയ്യേണ്ടത്? അവരെ ക്ഷണിക്കേണ്ടത് അള്ളാഹുവിൻ്റെ ഏകത്വത്തിലേക്കാണ്. അവർ അള്ളാഹുവിൻ്റെ ഏകത്വത്തെ എന്ത് ചെയ്യണം? അംഗീകരിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് അവർ പറയണം. അതിലേക്കാണ് താങ്കൾ ഒന്നാമതായി അവരെ ക്ഷണിക്കേണ്ടതെന്ന് വളരെ സ്പഷ്ടമായി ചെയ്യൂ. ഇത് അഹ്ലു സുന്നയുടെ പ്രത്യേകതയാണ്. ധാരാളം സംഘങ്ങൾ കാണാൻ സാധിക്കും ദഅവത്ത് ചെയ്യുന്ന, പ്രബോധനത്തിൽ ഏർപ്പെടുന്ന. അഹ്ലു സുന്നയുടെ പ്രബോധനത്തിൻ്റെ ശൈലി അവർ ഒന്നാമത് ക്ഷണിക്കുന്നവരേക്കായിരിക്കും. ഇബാദത്ത് അള്ളാഹുവിന് മാത്രം എന്നുള്ളതിലേക്കായിരിക്കും. അതായിരിക്കും അവരുടെ മുൻഗണനാക്രമം. ഈ മുൻഗണനാക്രമം ഏത് ആൾ സ്വീകരിക്കുന്നില്ലയോ, ഏത് പ്രസ്ഥാനങ്ങൾ സ്വീകരിക്കുന്നില്ലയോ, ഏത് സംഘങ്ങൾ സ്വീകരിക്കുന്നില്ലയോ, അവർക്ക് പിഴവ് വയ്ക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം. കാരണം അമ്പിയാക്കന്മാരുടെ രീതി ഇതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് വിട്ടപ്പോൾ ഇത് തന്നെയാണ് പറയുന്നത്. ആദ്യം തൗഹീദ് പറഞ്ഞു കൊടുക്കുക. ഇതാണ് അമ്പിയാക്കന്മാരുടെ മുൻഗണനാക്രമം. ഫഅമറഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യദ്ഉവഹു ഇലാ തൗഹീദില്ലാഹി അസ്സ വജൽ അവ്വലൻ. ഒന്നാമതായി നബി കൽപ്പിക്കുന്നത് അവരെ അള്ളാഹുവിൻ്റെ ഏകത്വത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പന കൊടുത്തത്. വഅഅദമു മാ യദ്ഫഉ ലിമുസ്ലിമ ഇലാ തഹ്ഖീഖി തൗഹീദ്. എന്നിട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഓർമ്മപ്പെടുത്തുക. ഒരു മുസ്ലിമിനെ തൗഹീദ് യാഥാർത്ഥ്യവൽക്കരിക്കുന്നതിൽ നിന്ന് തടുത്തു നിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഗൗരവമുള്ള കാര്യം, അതിലേക്ക് ക്ഷണിക്കുന്ന, അതിനെ ദഫ ചെയ്യുന്ന, അതിലേക്ക് ഒരു മനുഷ്യൻ എന്ത് ചെയ്യുന്നത്, പ്രേരിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അൽ ഇൽമു ബില്ലാഹി തആല, അള്ളാഹു തആലയെ സംബന്ധിച്ചുള്ള ഇൽമാണ്. ഒരാൾക്ക് തൗഹീദ് യഥാവിധം മനസ്സിൽ ഉറപ്പിക്കണം. എന്താണ് അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം? ഇൽമു പഠിക്കലാണ്. നബിയെ താങ്കൾ അറിയുക, പഠിക്കുക എന്നാണ് അതിന് ഉലമാക്കൾ തഫ്സീർ നൽകിയത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് താങ്കൾ പഠിക്കുക. അപ്പോൾ ഇൽമ് ഉണ്ടാവുക എന്നുള്ളതാണ്, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ജ്ഞാനമാണ് തൗഹീദ് യാഥാർത്ഥ്യവൽക്കരിക്കുന്നതിലേക്ക് ഒരു മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അതുകൊണ്ട് തന്നെ ഫകുല്ലമാ സാദൽ അബ്ദു ഇൽമൻ ബിറബ്ബിഹി, ഒരു അടിമ എത്രത്തോളം തൻ്റെ റബ്ബിനെ സംബന്ധിച്ചുള്ളതായ ഇൽമിൽ വർധനമുണ്ടാകുന്നുവോ അവന്, വമാ ലഹു മിനൽ അസ്മാഇൽ ഹുസ്ന വസിഫാത്തിൽ ഉല, അതേപോലെ അള്ളാഹുവിൻ്റെ അസ്മാകൾ, സുന്ദരങ്ങളായ നാമങ്ങൾ, വിശിഷ്ടങ്ങളായ ഗുണങ്ങൾ, ഇതിനെ സംബന്ധിച്ചുള്ള അറിവ് ഒരു മനുഷ്യന് എത്രത്തോളം അധികരിക്കുന്നുവോ സാദ ഈമാനുഹു വതഅദീമുഹു ലില്ലാഹ്, അവൻ്റെ ഈമാനിന് വർധനമുണ്ടാകും. അള്ളാഹുവോടുള്ള അവൻ്റെ ബഹുമാനത്തിനുണ്ടാവും, വർധനമുണ്ടാകും. ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരു മനുഷ്യൻ്റെ ഇബാദത്തുകൾ ശരിയാകണമെങ്കിൽ ഈമാൻ ഒരേ പൊസിഷനിൽ ഇങ്ങനെ നിൽക്കുന്നതല്ല. അഹ്ലു സുന്നയുടെ പ്രധാനപ്പെട്ട അക്കീദയാണ്. കൂടുകയും ചെയ്യും, കുറയുകയും ചെയ്യും. ഈമാനിന് വർധനമുണ്ടാകാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ ഘടകം അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഇൽമുണ്ടാകലാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അള്ളാഹുവിൻ്റെ അസ്മാകൾ പഠിക്കുക, അള്ളാഹു അവനെക്കുറിച്ച് പരിചയപ്പെടുത്തുക, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയിരിക്കുന്ന നാമങ്ങളുണ്ട്, പഠിച്ചുകൊണ്ടിരിക്കുക. അവനെക്കുറിച്ച് പഠിപ്പിക്കപ്പെട്ടിരിക്കുന്ന വിശേഷണങ്ങളുണ്ട്, ഇത് പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇത് എത്രത്തോളം അധികമായി പഠിക്കുന്നുവോ അതനുസരിച്ച് എന്ത് ചെയ്യും, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള അവൻ്റെ മനസ്സിലുള്ള ബഹുമാനം അധികമാകൂ, ഈമാൻ അധികരിക്കും. അതുകൊണ്ട് വനിദാ കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ അഅലമൻ നാസ് ബില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു അള്ളാഹുവിനെ സംബന്ധിച്ച് ഏറ്റവും അറിവുള്ളവൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അത്ഖാകും വഅലമകും ബില്ലാഹി അനാ, നിങ്ങളിൽ അള്ളാഹുവിനെ ഏറ്റവും നല്ല രീതിയിൽ അറിയുന്നവനും അള്ളാഹുവിനെ ഏറ്റവും നല്ല രീതിയിൽ സൂക്ഷിക്കുന്നവരും ആരാണ്? ഞാനാണ്. എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും അധികം തഖ്വയുള്ളവനായത്? അള്ളാഹുവിനെ കുറിച്ച് ഏറ്റവും അറിയുന്നവൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു. അപ്പോൾ അള്ളാഹുവിനെ കുറിച്ച് ഏറ്റവും നല്ല രീതിയിൽ പഠിക്കുക എന്നുള്ളതാണ് അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കാൻ
അവൻ്റെ നിയമങ്ങൾ യഥാവിധം പാലിക്കാൻ ഏറ്റവും ഉചിതമായ മാർഗം എന്നുള്ളതാണ്. അതുകൊണ്ട് ഫലാബുദ്ദലിൽ മുസ്ലിമി ദാഇമൻ, നിത്യവും ഒരു മനുഷ്യന് അനിവാര്യമാണ്, ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് അൻ യതഅറഫ അലല്ലാഹ്, അവനെന്ത് ചെയ്യുക, അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ടിരിക്കുക, അള്ളാഹുവിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക, മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. ഫയഅരിഫ അവാമിറ, അപ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അവൻ അറിയും. വയഅരിഫ നവാഹി, അള്ളാഹു നിരോധിച്ച കാര്യങ്ങളെക്കുറിച്ച് അവൻ അറിയാൻ സാധിക്കും. അതേപോലെ വയഅരിഫ മാ യുഹിബ്ബുഹു, അള്ളാഹുവിന് എന്താണ് ഇഷ്ടമെന്ന് അവനക്ക് അറിയാൻ പറ്റും. അള്ളാഹു ഇഷ്ടപ്പെടുന്നതിനെ എനിക്ക് ഇഷ്ടപ്പെടും. വമാ യുബ്ഗിദു, അള്ളാഹുവിന് കോപമുണ്ടാക്കുന്ന കാര്യങ്ങൾ ഏതാണ് അവൻ അറിയാൻ സാധിക്കും. വമാ യുർദി, അള്ളാഹു തൃപ്തിപ്പെടുത്തുന്ന കാര്യം ഏതാണെന്ന് അവൻ അറിയാൻ സാധിക്കും. അതേപോലെ വമാ യംഖുതുഹു വമാ യുസ്ഖിതു, അള്ളാഹുവിനെ വെറുപ്പിക്കുന്ന കാര്യം, അള്ളാഹുവിനെ ദേഷ്യം പിടിപ്പിക്കുന്ന കാര്യം, ഇതെല്ലാം ഏതാണെന്ന് അറിയുന്നപ്പോഴാണ്, അള്ളാഹുവിനെ കുറിച്ച് നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്. അതുകൊണ്ട് ഫൽഇൽമു ബില്ലാഹി സബീലുൻ ഇലാ തൗഹീദിഹി അസ്സ വജല്ല, അള്ളാഹുവിനെ കുറിച്ച് അറിയലാണ് അള്ളാഹുവിൻ്റെ വഹദാനിയത്തെ, ഏകത്വത്തെ തഹഖുഖ് ചെയ്യാൻ, അതിനെ യാഥാർത്ഥ്യവൽക്കരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗ്ഗമാണ്. എന്നാൽ വൽഇജ്തിനു ബിഹി, ഏതൊരുവനാണോ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള അജ്ഞത ഉണ്ടാകുന്നത്, അത് യുഅദ്ദി ഇല ശിർക്ക്, അതാണ് എന്ത് ചെയ്യുക, ശിർക്കിലേക്ക് നോക്കും. ഒരു മനുഷ്യൻ ശിർക്കിൽ കൊണ്ടെത്തിക്കുന്ന അള്ളാഹുവിനെ കുറിച്ചുള്ള അജ്ഞതയാണ്. തൗഹീദിൽ നിന്ന് വ്യതിചരിച്ചിരിക്കുന്ന ഏത് മനുഷ്യനെടുത്തോ, ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്, വമാ ഖദറുല്ലാഹ ഹഖ ഖദ്രിഹി, ഏത് വിഭാഗവും എടുത്തു വെച്ചിരുന്ന അള്ളാഹുവിനെ കണക്കാക്കേണ്ട രീതിയിൽ അവർ കണക്കാക്കിയില്ല, അള്ളാഹുവിനെ അറിയേണ്ട രീതിയിൽ അവൻ അറിഞ്ഞില്ല. അതുകൊണ്ടാണ് എന്ത് ചെയ്യുക, ശിർക്ക് കടന്നു വരിക. അവിടെയാണ് ബിദ്അത്തുകൾ വരിക. അള്ളാഹു അല്ലാത്തവർക്ക് ബാക്കി അള്ളാഹുവിനെ ഒരാൾ അറിഞ്ഞു, അവൻ ഉത്തരം നൽകുന്നവനാണ്, ദുആക്ക് ഉത്തരം നൽകുന്നവനാണ്, പാപങ്ങൾ പുറത്തു വരുന്നവനാണ് അവൻ, വിശാലമായ കരുണ ചൊരിയുന്നവനാണവൻ, റിസ്ക് നൽകുന്നവൻ അവനാണ്, മക്കളെ തരുന്നവൻ അവനാണ്, ജീവിപ്പിക്കുന്നവരും മരിപ്പിക്കുന്നവരും അവനാണ്. ഇത് യഥാവിധം അറിഞ്ഞ ഒരാളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അല്ലാത്തവരിലേക്ക് എന്ത് ചെയ്യില്ല, അവൻ അപേക്ഷകളായിട്ട് പോവുകയില്ല, അള്ളാഹു അല്ലാത്ത ഇലാഹുകൾ അവൻ എന്ത് ചെയ്യില്ല, സമീപിക്കുകയില്ല. അപ്പോൾ ജഹ്ലിലാണ് എന്ത് ചെയ്യുന്നത്, ശിർക്കിലേക്ക് നയിക്കുന്നത്. കാരണം എന്താണ്, അള്ളാഹു തആല പറയുന്നത് കാണാം, നബിയെ അവരോട് ചോദിക്കുക, ഖുൽ, അവരോട് ചോദിക്കുക, അഫഗൈറല്ലാഹി തഅ്മുറൂനി അഅ്ബുദു, അള്ളാഹു അല്ലാത്തവരെ ഇബാദത്ത് ചെയ്യാനാണോ നിങ്ങൾ എന്നോട് കൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? അയ്യുഹൽ ജാഹിലൂൻ, സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് ചോദിക്കുന്നത്, അല്ലയോ അവിവേകികളെ, അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്യാനാണോ നിങ്ങൾ എന്നോട് കൽപ്പിക്കുന്നത്? അയ്യുഹൽ ജാഹിലൂൻ, അപ്പോൾ ഇവിടെ ജഹിലാണ് എന്ത് ചെയ്യുക, അള്ളാഹു അല്ലാത്തവരിലേക്ക് ഇബാദത്ത് ചെയ്യാൻ മനുഷ്യനെ കൊണ്ടെത്തിക്കുക. അതുകൊണ്ട് അള്ളാഹു കൽപ്പിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, അവരോട് ചോദിക്കും, നബിയെ, അള്ളാഹു അല്ലാത്തവരോട് ഇബാദത്ത് ചെയ്യാനാണോ നിങ്ങൾ എന്നോട് കൽപ്പിക്കുന്നത്? അയ്യുഹൽ ജാഹിലൂൻ, അല്ലയോ അവിവേകികളെ, ജഹിലുള്ളവരെ, ഇൽമില്ലാത്തവരെ എല്ലാവർക്കും. അപ്പോൾ അതാണ് അതിൻ്റെ തെളിവ് പിടിച്ചിരിക്കുന്നത്. ഇൽമ് എന്ത് ചെയ്യും, തൗഹീദിലേക്ക് ക്ഷണിക്കും, അതേപോലെ തന്നെ ജഹില് ശിർക്കിലേക്ക് മനസ്സിനെ കൊണ്ടെത്തിക്കും. വഖദ് ഖലഖന അല്ലാഹു തആല ലിൽ ഇബ്തിലാ, അപ്പോൾ ഇവിടെ നമ്മുടെ ചോദ്യം, എന്തിനാ അള്ളാഹു നമ്മൾ സൃഷ്ടിച്ചത് എന്താണ്, അതിന് ഒരു മറുപടിയാണ് പറഞ്ഞത്. എന്താണ്, അള്ളാഹു നമ്മൾ സൃഷ്ടിച്ചത് അവന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ആ ഇബാദത്ത് ശരിയായ രീതിയിൽ തൗഹീദ് യാഥാർത്ഥ്യമാകണമെങ്കിൽ അതിനെന്ത് വേണം, ഇൽമ് വേണം. അതുകൊണ്ട് ഇൽമിനെ കുറിച്ചും പറഞ്ഞു. മറ്റൊരായത്തിൽ കാണാം, അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഏഴാകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചതിൽ തഅലമു അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അറിയാൻ വേണ്ടിയിട്ടാണ്, അള്ളാഹുവിൻ്റെ ഖുദ്റത്തിനെ കുറിച്ച് അറിയാൻ, അള്ളാഹുവിൻ്റെ ഇൽമിനെ കുറിച്ച് നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇൽമുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഇബാദത്ത് അള്ളാഹുവിന് മാത്രമായിട്ട് സമർപ്പിക്കാൻ സാധിക്കുള്ളൂ. എന്നിട്ട് അത് സൃഷ്ടിപ്പിൻ്റെ ലക്ഷ്യമായി ഖുർആൻ പറയുന്ന കാര്യമാണ്, ഇൽമു പഠിക്കുക എന്നുള്ളത്. അതേപോലെ സൃഷ്ടിപ്പിൻ്റെ ലക്ഷ്യമായി പറയുന്ന മറ്റൊരു കാര്യമാണിത്, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചത് ലിൽ ഇബ്തിലാഇ വൽ ഇഖ്തിബാർ, പരീക്ഷണത്തിനു വേണ്ടിയിട്ടാണ്. അള്ളാഹു ഒരു മനുഷ്യനെ എല്ലാ വിധേനയും പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഖുർആൻ പറഞ്ഞത് കാണാം, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമലാ, അവൻ ജീവിതത്തെയും മരണത്തെയും സൃഷ്ടിച്ചവനാണ്. എന്തിനാണത്? ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമലാ, നിങ്ങളിൽ ആരാണ് ഏറ്റവും ഉത്തമമായി ശരിയാവിധം സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവൻ
എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതും സൃഷ്ടിപ്പിൻ്റെ ലക്ഷ്യമാണ്. ദുനിയാദാറുബല, ദുനിയാവ് പരീക്ഷണത്തിൻ്റെ ഗേഹമാണ്. വൽമർഉ മുബ്തലൻ ഫി ഈമാനി, എവിടെയൊക്കെയാണ് പരീക്ഷണം ഉണ്ടാവുക? ഈമാനിനെ പരീക്ഷിക്കും. അല്ലാതെ പറയുകയാണ് ഞാൻ മുഅ്മിനാണെന്ന്. മുഅ്മിനാണെന്ന് കേവലം വാക്കുകൾ കൊണ്ടാവുന്നില്ല. എന്ത് ചെയ്യേണ്ടതുണ്ട്? അവൻ്റെ ഈമാൻ ശരിയാവോ അല്ലയോ എന്ന് പരീക്ഷിക്കപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കാണാം, അഹസിബൻ നാസു അൻ യുത്റകൂ അൻ യഖൂലൂ ആമന്നാ വഹും ലാ യുഫ്തനൂൻ. മനുഷ്യന്മാർ കരുതുകയാണോ, അവർ വിചാരിക്കുകയാണോ, അവർ ആമന്ന എന്ന് പറഞ്ഞ് ഞങ്ങളിതാ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് കൊണ്ട് മാത്രം അവരെ വിട്ടുകളഞ്ഞേക്കും എന്ന് അവർ കരുതുകയാണോ? വഹും ലാ യുഫ്തനൂൻ, പരീക്ഷണങ്ങളൊന്നും ഏൽക്കപ്പെടാതെ. അപ്പോൾ ഈ ഈമാൻ ശരിയാണോ അല്ലയോ എന്ന് പരീക്ഷിച്ചറിയാതെ ആമന്ന എന്ന് പറഞ്ഞാൽ അവർ വിട്ടുകളഞ്ഞേക്കും. അവർക്ക് എന്താണ് പിന്നീട് രക്ഷയാണ് എന്ന് മനുഷ്യൻ കരുതുന്നുണ്ടോ? വലഖദ് ഖതന്നല്ലദീന മിൻ ഖബ്ലിഹിം, എന്നിട്ട് അല്ലാഹു പറയാണ് അവരുടെ മുൻഗാമികൾ നാം എന്ത് ചെയ്തിട്ടുണ്ട്? പരീക്ഷിച്ചിട്ടുണ്ട്. ഫലയഅലമന്നല്ലാഹു അല്ലദീന സ്വദഖൂ വലയഅലമന്നൽ കാദിബീൻ. എന്നിട്ട് സത്യസന്ധരായി ഈമാൻ ഉൾക്കൊണ്ടവർ ആരാണ്, വ്യാജമായി ഈമാൻ ഉൾക്കൊണ്ടവർ ആരാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുക തന്നെ ചെയ്യും. അപ്പോൾ ഈമാനിൽ പരീക്ഷണം ഉണ്ടാകും. ആരാണ് ഈമാനിൽ അടിയുറച്ച് നിൽക്കുക? പല പ്രയാസങ്ങളും ഉണ്ടാവുമെങ്കിൽ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ? അള്ളാഹുവിനെ സംബന്ധിച്ച് അള്ളാഹു റബ്ബാണ് എന്ന് തൃപ്തിപ്പെടാൻ അവർക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അല്ലെങ്കിൽ പ്രയാസങ്ങൾ വരും അള്ളാഹുവിലേക്കാണോ അവൻ മടക്കുക, അതല്ല ഏതെങ്കിലും സൃഷ്ടികളിലേക്കാണോ, മറ്റുള്ള ആലിഹത്തുകളിലേക്കാണോ മടക്കുക? ഇത് പരീക്ഷിച്ചറിയപ്പെടും. അതേപോലെ മുബ്തലൻ ഫി അഹ്വാലിഹി ജമീഅൻ ഫി ശർരി വൽ ഖൈർ, അവൻ്റെ അവസ്ഥകളിൽ മുഴുവനും എന്ത് ചെയ്യും? അവൻ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കും. നന്മ നൽകിക്കൊണ്ടു, തിന്മ കൊണ്ടു. അള്ളാഹ് പറയുന്നു, വനബ്ലൂക്കും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന, ഷർറു കൊണ്ടും ഖൈറു കൊണ്ടും നാം നിങ്ങളെ പരീക്ഷിക്കും. ഒരു പരീക്ഷണം എന്നോണം, ഫിത്ന എന്നോണം നിങ്ങൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കും. അതായത് ഒരാൾക്ക് നന്മ നൽകൂ, അവന് ചിലപ്പോൾ ഇൽമ ധാരാളമായി കൊടുക്കൂ, അതൊരു പരീക്ഷണമായിരിക്കാം. അല്ലെങ്കിൽ സമ്പത്ത് ധാരാളമായി കൊടുക്കും, പദവികൾ ധാരാളമായി കൊടുക്കും, സൗകര്യങ്ങൾ കൊടുക്കും, ഇത് പരീക്ഷണമായിരിക്കാം. നല്ല ആരോഗ്യം കൊടുക്കും. ഇങ്ങനെ നൽകപ്പെടുന്നത് ഈ അനുഗ്രഹങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ തൃപ്തിയിൽ അവർക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ, ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ള പരീക്ഷണമായിരിക്കും. അതേപോലെ തന്നെ ഷർറു കൊണ്ട് പരീക്ഷിക്കപ്പെടും. പ്രയാസങ്ങളും ദുരിതങ്ങളും ഇങ്ങനെ വന്ന് പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഒരാൾക്ക് അടിയുറച്ചു നിൽക്കാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ള പരീക്ഷണമാണ്. അല്ലാഹു തആല പറഞ്ഞു, അമ്മൽ ഇൻസാൻ ഇദാ മബ്തല, മനുഷ്യൻ്റെ പൊതുവെയുള്ള പ്രകൃതം പറയാം. മനുഷ്യരെ ഇബ്തലാഹു റബ്ബുഹു, അവൻ്റെ റബ്ബ് പരീക്ഷിച്ചാൽ, അങ്ങനെ ഫഅക്രമഹു വനഅമ, അവന് വലിയ ആദരവ് നൽകി, ധാരാളം അനുഗ്രഹങ്ങൾ നൽകി, ഫയഖൂലു റബ്ബി അക്രമ, അപ്പോൾ അവൻ പറയും എൻ്റെ റബ്ബ് എനിക്ക് ധാരാളം അനുഗ്രഹങ്ങൾ നൽകി എന്നവൻ പറയും. അനുഗ്രഹങ്ങൾ കിട്ടുമ്പോൾ എന്ത് ചെയ്യും? അള്ളാഹു എനിക്ക് ധാരാളം അനുഗ്രഹങ്ങൾ നൽകുന്നു. എന്നാൽ വഅമ്മ ഇദാ മുബ്തലാഹു ഫഖദറ അലൈഹി റിസ്ഖ, ഇനി അള്ളാഹു തന്നെ അവനെ പരീക്ഷിക്കുകയും അവൻ്റെ റിസ്ക്കിൽ കുറവ് വരുത്തുകയും ചെയ്തു, മമ്മി വരുത്തി. അപ്പോൾ ഫയഖൂലു റബ്ബി അഹാനൻ, അപ്പോൾ അവൻ എന്ത് ചെയ്തു? നേരെ തിരികെ എൻ്റെ റബ്ബൻ എന്ത് ചെയ്തു? കൈവിട്ടു എന്ന് പൊറുതുകേട് കാണിക്കുക. ക്ഷമ അവൻ അവലംബിക്കുകയില്ല. അള്ളാഹുവിനെ എന്ത് ചെയ്യില്ല, ആ സമയത്ത് മുറുകെ പിടിച്ചുകൊണ്ട് ക്ഷമ അവലംബിക്കുകയില്ല. അപ്പോൾ നിഅമത്ത് കൊടുക്കുന്നതും പരീക്ഷണത്തിനാണ്, അതിൽ കുറവ് വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ്, പരീക്ഷണത്തിനാണ് എന്ന് തിരിച്ചറിയുക. വഹാകവൽ ഇൻസാനു മുബ്തലൻ ഫീ കുല്ലി വഖത്തിൻ വഹീൻ, ഇപ്രകാരം ഒരു മനുഷ്യൻ ഏത് സമയത്തും സന്ദർഭത്തിലും പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കും. അനുഗ്രഹത്തിൻ്റെ സമയത്തും അതേപോലെ തന്നെ പ്രയാസങ്ങളുടെ സമയത്ത് പരീക്ഷണമാണെന്ന് മനസ്സിലാക്കണം. ഹത്താ യൽഖല്ലാഹ അസ്സ വജൽ, അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടും വരെ എന്ത് ചെയ്യേണ്ടതുണ്ട്? ഈ പരീക്ഷണത്തിൽ അവൻ വിജയിച്ച് അവൻ എന്ത് ചെയ്യേണ്ടതുണ്ട്? മുന്നേറേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത് സൃഷ്ടിപ്പിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. ഇബാദത്ത് അള്ളാഹുവിനാക്കി തീർക്കുക, അതിന് ഇൽമു നേടണം, അത് സൃഷ്ടിപ്പിൻ്റെ ഒരു ലക്ഷ്യമാണ്. അതേപോലെ തന്നെ പരീക്ഷിക്കപ്പെടും. ഈ പരീക്ഷണം എന്നുള്ളത് മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ ഒരു ലക്ഷ്യമാണ് എന്നുള്ളതാണ്. ഇതാണ് 5-ാമത്തെ ചോദ്യം. ഇൻഷാ അല്ലാഹ് 6-ാമത്തെ ചോദ്യം അടുത്ത ദിവസം നമുക്ക് ചർച്ച ചെയ്യാം. അള്ളാഹു കാര്യങ്ങൾ ഏതാണെന്ന് പഠിച്ച് മനസ്സിലാക്കി അമല് ചെയ്യാൻ നല്ല തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മുടെ രോഗികൾക്ക് പരിപൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന ദുല്ലിയാത്തിന ഖുർറത അയുനി വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ.
ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم صلى الله وسلم على نبينا محمد وآله وصحبه أجمعين.